ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഏതെങ്കിലും ഒരു സാമുദായിക പ്രസ്ഥാനത്തിന്, ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക്, സർക്കാരുകൾക്ക്, സംഘടനകൾക്ക്, വ്യക്തികൾക്ക് ഏറ്റവും കാലികമായൊരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ നാടാഗ്രഹിക്കുന്ന ഒരു മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അനേകം കാര്യങ്ങൾ പൊതുസമൂഹത്തെ വേർതിരിക്കാൻ നമ്മുടെ നാട്ടിലുള്ളൊരു കാലത്ത്, അനേകം വേർതിരിവുകൾ ഭിന്നിപ്പിനു വേണ്ടിയുള്ള കാരണങ്ങളെ ഉപയോഗിക്കാൻ ഭരണകൂടങ്ങൾ പോലും ശ്രമിക്കുന്ന ഒരു കാലത്ത്, ഭരണഘടന കൽപ്പിച്ചു നൽകുന്ന അവകാശങ്ങൾ പോലും പലയിടങ്ങളിലും ലംഘിക്കപ്പെടുന്ന ഒരു കാലത്ത്, വർഗീയതയും തീവ്രവാദവും പരസ്പരം പാലൂട്ടി വളർത്തുന്ന ഒരു കാലത്ത്, എൻ്റേതെന്ന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കുമുള്ളൊരു കാലത്ത്, നമുക്കെല്ലാവർക്കും എന്നുള്ള രീതിയിൽ പറയാനും നമുക്കെല്ലാവർക്കും എന്ന രീതിയിൽ ചിന്തിക്കാനും നമ്മളെല്ലാവരും എന്ന് കരുതാനും കഴിയുന്ന ഒരു നേതാവും കഴിയുന്നൊരു പ്രസ്ഥാനവും കേരളത്തിൻ്റെ ഹൃദയഭൂവിലൂടെ യാത്ര തിരിക്കുമ്പോൾ വശങ്ങളിൽ കാണുന്ന ബോർഡുകളിൽ, കേൾക്കുന്ന പ്രസംഗങ്ങളിൽ, കാണുന്ന കാഴ്ചകളിൽ ഏറ്റവും മനോഹരമായൊരു വാചകമാണ് മനുഷ്യർക്കൊപ്പം എന്നുള്ളത് എന്ന കാര്യത്തിന് ഈ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഐക്യവും സ്നേഹവും ഈ യാത്രയ്ക്കും ബഹുമാന്യനായ ഉസ്താദിനുമൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടിയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നതും ബോധ്യപ്പെടുന്നത്. ഈ മുദ്രാവാക്യം എത്രത്തോളം അർത്ഥവത്തായിരുന്നു എന്നുള്ളത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓരോ മലയാളിയും അനുഭവിച്ചറിഞ്ഞതുമാണ്. നമുക്കിടയിൽപ്പെട്ട ഒരാളുടെ ജീവൻ അത് കവർന്നു പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് വേദനയോടെ ആളുകൾ തിരിച്ചറിഞ്ഞൊരു സമയത്ത് നിമിഷപ്രിയ എന്ന് പറയുന്നൊരു സഹോദരിയുടെ മതം, ഈ നാട് നിലനിന്നത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും അതിൻ്റെ വൈവിധ്യങ്ങളായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഓരോ അവകാശങ്ങളും ജാതിക്കും മതത്തിനും അപ്പുറം ഈ രാജ്യത്തിൻ്റെ ജീവവായു പോലെ, അത് ശ്വസിക്കുന്ന ഓക്സിജനെ പോലെ ഈ രാജ്യം ഇത്രയും കാലം മുറുകെ പിടിച്ചതും പുലുകിയതും കൊണ്ട് തന്നെയാണ് 10 വർഷത്തിനപ്പുറം ആയുസ്സുണ്ടാവില്ലെന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പോലും പറഞ്ഞു വെച്ച ഒരു രാജ്യം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നത്. ഈ പൂന്തോട്ടത്തിലെ വൈവിധ്യങ്ങൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ കരുത്തും സമ്പത്തും ഘടനയും കരുത്തും വളർച്ചയും ഒക്കെയായി മാറിയത്. ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് നമുക്ക് ഭരണഘടന കൽപ്പിച്ചു തരുന്ന അവകാശങ്ങൾ അത് ലംഘിക്കപ്പെടുന്നതിന് ഭരണകൂടങ്ങൾ പോലും ചിലപ്പോഴൊക്കെ കാരണമാവുന്ന ഒരു കാലത്ത് മനുഷ്യർക്കൊപ്പം നിന്നല്ലാതെ അതിനെ പ്രതിരോധിക്കാനും സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് കൂടി ആണ് പൊതുസമൂഹത്തിന് ഇത്തരം മഹാസംഗമങ്ങളും ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഈ യാത്രയും നൽകുന്നത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. പണ്ട് മർക്കസിന്റെ സെന്റർ ഉണ്ടാക്കുന്ന ഒരു കാലം തൊട്ട് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിൽ ഉസ്താദിന്റെ ജീവിതകാലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഏടുകൾ പിന്നിട്ടൊരു കാലത്ത് ചിന്തിക്കുന്നത് എത്രത്തോളം ഭാവിയിലേക്കുള്ള ദിശാസൂചികയായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ നോളജ് സിറ്റി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ. അപ്പൊ അവിടെ വിശ്വാസവും അവിടെ ആത്മീയമായ പഠനവും ഭൗതികമായ വിദ്യാഭ്യാസവും ജീവിതവും എല്ലാത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് സംരംഭങ്ങളും തൊഴിലും അതുപോലെ തന്നെ ഉൽപാദനവും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ വളർച്ചയുടെ ഘടകങ്ങളായിട്ട് അത് മാറുകയാണ്. അതേസമയം തന്നെ മനുഷ്യർക്കിടയിൽ കരുണ പറ്റാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഇടപെടലുകളും ഉണ്ടാവുകയാണ്. ഈ അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ 2 വിരലുകൾ പോലെ എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ പ്രവാചകന്റെ ചിന്തകളെ പിൻപറ്റി നമുക്കറിയാവുന്നതുപോലെ തന്നെ അനേകം അനാഥരായ കുട്ടികളെ, ആരോരുമില്ലാതായി പോയേക്കാവുമായിരുന്ന കുട്ടികളെ ഈ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തു നിന്ന് അതിർത്തിക്ക് പുറത്തു നിന്നും ഒക്കെ കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൽ വെളിച്ചമായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതും മനുഷ്യന്റെ മോചനത്തിന് തന്നെയാണ്. അപ്പൊ മനുഷ്യന്റെ മോചനത്തിന് മനുഷ്യർക്കൊപ്പം നിന്ന് പൊരുതുക, പോരാടുക, മനുഷ്യർക്കൊപ്പം അടിയുറച്ചു നിൽക്കുക എന്ന ഏറ്റവും കാലികമായ ഒരു മുദ്രാവാക്യമാണ് ഈ യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരളം നന്ദിയോടെ സ്മരിക്കും എന്ന കാര്യത്തിന് സംശയം വേണ്ട. കാരണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ വരുന്ന 10,000-കണക്കിന് ആളുകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഏതെങ്കിലും വിഭാഗീയതയുടെ എരുതിയല്ല,
അവരുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും പകർന്നു കൊടുക്കുന്നത് സഹജീവികളെ ചേർത്ത് പിടിക്കാനുള്ള കരുണയുടെ സന്ദേശമാണ് എന്നുള്ളത് നാടിന്റെ നിലനിൽപ്പിന് തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്നുള്ളത് തിരിച്ചറിയുന്നവരാണ് ഈ ജാഥയ്ക്ക് പിന്തുണയുമായി കടന്നു വരുന്നവർ എന്ന കാര്യത്തിനൊരു സംശയം വേണ്ട. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം എത്ര സംസാരിച്ചാലും അതിരുകളില്ലാതെ സംസാരിക്കാൻ കഴിയുന്ന, എത്ര ഇടപെടലുകൾ നടത്തിയാലും പരിമിതികളില്ലാതെ ഇടപെടാൻ കഴിയുന്ന ഒരു സന്ദേശമാണ്. അതെല്ലാവരിലേക്കും പകർന്നു കൊടുക്കാൻ ഈ മഹാജാഥക്ക് കഴിയട്ടെ. 1-ാം തീയതി ആരംഭിച്ച് 3-ന് നമ്മുടെ ജില്ലയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഈ ജാഥയ്ക്ക് ബഹുമാന്യനും ആദരണീയനുമായ ഉസ്താദിന്, പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠർക്ക് നമ്മുടെ നാദാപുരത്തിന്റെ മണ്ണിലേക്കുള്ള ഹാർദമായ സ്വാഗതം ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് ഞാനും കൂടെ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിച്ചുകൊണ്ട്, പ്രമേയത്തിന്റെ വിശകലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വേദിയിൽ നടക്കാനിരിക്കുന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ സംഘാടകരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനുവരി 1 തൊട്ട് 16 വരെ നടക്കുന്ന ഈ മഹായാത്രയ്ക്ക് മനുഷ്യർക്കൊപ്പം എന്ന ഈ മുദ്രാവാക്യത്തിന്, അതിന് നാദാപുരത്തിന്റെ മണ്ണിൽ നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ സ്വീകരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. കേരള യാത്ര